ഇന്നൊരു നാടൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. വളരെ എളുപ്പത്തിലും ഉണ്ടാക്കാം, നല്ല ടേസ്റ്റുമാണ്. അതേപോലെ ചോറിൻ്റെ കൂടെ ഇത് അടിപൊളിയാണ് കേട്ടോ. അപ്പം കൂട്ടുകാർ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. ഞാൻ ഇതുപോലെ ഇത്രയും കഷ്ണങ്ങളാണ് ഞാൻ ഈ കറിക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം ഞാനിതിലെ വെള്ളരിക്കയും ചക്കക്കുരുവും മുരിങ്ങയ്ക്കയും കൂടെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. കൂടെ 2 പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മാങ്ങയാണ് ഞാൻ ആദ്യം എടുത്തത്. അപ്പോൾ അതിന് നല്ല പുളിയുള്ളത് കൊണ്ട് ഞാൻ അതിൽ നിന്ന് ഒരു പുളി മാത്രമാണ് എടുത്തിരിക്കുന്നത്. അതൊന്നും കൂടെ കട്ട് ചെയ്ത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഞാൻ കുക്കറിലിട്ടാണ് വേവിച്ചെടുക്കുന്നത്. കുക്കറിൽ ഒറ്റ വിസിൽ കൊണ്ട് ഇത് നമുക്ക് നന്നായിട്ട് വേവിച്ച് എടുക്കാം. അപ്പോൾ ഞാൻ ഈ കഷ്ണങ്ങളെല്ലാം ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ വീതം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിന് പൊതുവെ എരിവ് കുറവുള്ള ഒരു ഒഴിച്ചുകറിയാണല്ലോ, അതുകൊണ്ട് ഇത്രയുമേ ഞാൻ എരിവിന് വേണ്ടിയിട്ടുള്ളത് ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഇതിന് വേകാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട്, അതായത് ഈ കുക്കറിൽ വെള്ളം നന്നായിട്ട് ഈ കഷ്ണങ്ങളിൽ നികന്ന് നിൽക്കത്തക്ക വിധത്തിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് വെയിറ്റ് വെച്ച് ഒറ്റ വിസിൽ നമുക്കത് വേവിച്ചെടുക്കാം. അതൊന്ന് വെന്ത് വരട്ടെ. അപ്പോഴത്തേനും നമുക്ക് ഇതിനു വേണ്ടി ഒരു അരപ്പ് തയ്യാറാക്കണം. ഞാൻ 1/2 കപ്പ് അളവിലുള്ള ചിരവിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 സ്പൂൺ അളവിലുള്ള നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ, അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ചേർക്കുന്ന ഒരു 3 കഷ്ണം ചെറിയ ഉള്ളിയാണ്. ഈ ചെറിയ ഉള്ളിയോടൊപ്പം ഒരു 1-2 കഷ്ണം വെളുത്തുള്ളി കൂടെ ചേർക്കാം. പക്ഷേ എനിക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. ഇനി അതിലേക്ക് അതൊന്ന് ഇതേ രീതിയിൽ വെള്ളമൊഴിച്ച് നന്നായിട്ട് അരച്ചെടുത്ത് നല്ല പേസ്റ്റ് പോലെ എടുത്ത് മാറ്റി വെക്കാം നമുക്ക്. ഇനി നമ്മുടെ കുക്കറൊന്ന് തുറന്ന് നോക്കാം. ഒരു വിസിൽ കഴിഞ്ഞിട്ട് കുറച്ച് നേരമായിട്ടുണ്ട്. അപ്പോൾ ഇത് തുറന്ന് നോക്കുമ്പോൾ നമുക്കിത് തവി കൊണ്ട് ഇളക്കി നോക്കുമ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ. അപ്പം ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തവി കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ഒരു മാങ്ങയുടെ ഒരു പൂള് മാത്രം എടുത്തിട്ടുള്ളതുകൊണ്ട് നല്ല കറക്റ്റ് പുളിയേ ഉള്ളൂ ഇതിന്. നിങ്ങൾക്ക് കൂടുതൽ പുളി വേണമെങ്കിൽ കൂടുതൽ മാങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കടുക് വറുത്തെടുക്കാം. അപ്പം നല്ല അടിപൊളി നാടൻ കറി നമ്മുടെ റെഡി ആയിട്ടുണ്ട്. വെള്ളരിക്ക, ചക്കക്കുരു, മുരിങ്ങയ്ക്ക, മാങ്ങ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റിയാണേ.